അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പായൻ്റെ കറി ആയിട്ടാണ്. ചിക്കൻ കറിൻ്റെ അതേ ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇത് പപ്പായ അതായത് കർമൂസ ഇഷ്ടമല്ല എന്നാണ് പറയുക. പക്ഷേ നമ്മൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ കറിൻ്റെയൊക്കെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു. അത്രയും നല്ല വിഷമില്ലാത്ത പലയുള്ളൊരു സാധനമാണിത്. അപ്പം ഞാനിതൊക്കെ ഒന്ന് ചെത്തി ശരിയാക്കി വെക്കുകയാണ്. കർമൂസക്കായനെ ഞാൻ ശരിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, സവാള, ഇഞ്ചി, 3 പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും, ചെറിയുള്ളി ഇത് ഞാൻ അരിയാതെ ചതച്ചാണ് ഇടുന്നത്. മിക്സിയിലിട്ട് ചതച്ചിടുകയാണ്. പിന്നെ അതേപോലെ 2-3 അല്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ കാണാൻ ഇഷ്ടമനുസരിച്ച് ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി സവാള ഇട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം അടച്ചു വെച്ചാൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തതാണിത്. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തത്. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് അതാണ് ഇട്ട് കൊടുത്തത്. ചെറിയുള്ളി ഉണ്ട് അതിൽ, അതുണ്ട്. ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും അത് ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലോണം ഒന്ന് വഴന്ന് കിട്ടണം. ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. തക്കാളിയും തന്നെ പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടിയല്ല ഇട്ട് കൊടുത്തത്, കുരുമുളക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പട്ട, പൂവ്, ഏലക്കായ ചതച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂണ്, 1 ടീസ്പൂണ് മുളക് പൊടി വേണമെങ്കിൽ 1-2 ഒക്കെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ അരവുകളും എരിവുകളൊക്കെ നല്ലോണം കുറച്ചിട്ടാടുക. കുട്ടികൾക്ക് പേരക്കുട്ടികൾ ഉള്ളത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല, അധികം എരിവായ വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും എരിവ് കുറക്കും, മസാലയും കുറക്കും. ഇനി നല്ലോണം വഴറ്റിയെടുക്കുക. അതിന് ശേഷം ആ കഴുകി വാർത്ത് വെച്ച പപ്പായ, കർമൂസ ഇട്ട് കൊടുക്കുക. ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പാകത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ച് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കർമൂസയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അങ്ങനെ വേവിച്ചെടുക്കുക. ഇതിലേക്കാണ് കുറച്ച് വേവ് കുറവാണ് തോന്നിയപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മീനൊക്കെ ഞാനിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പപ്പടം പൊരിക്കണം, മീനും
നല്ലൊരു കർമൂസ കറി. ഇതാണ് ഇന്നത്തെ ചോർക്കുള്ള കൂട്ടാൻ. അപ്പോൾ ഏകദേശമൊക്കെ നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിക്കാൻ 1 ടീസ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഒത്തിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാളികേരം ഒന്നുമല്ല ഒഴിച്ചു കൊടുക്കുന്നത്. നാളികേരം ഒഴിച്ചിട്ട് വേണമെങ്കിൽ വെക്കാം, പക്ഷേ ഇതിക്കാൻ നാളികേരമല്ല ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കോൺഫ്ലവറിൻ്റെ പൊടി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണ് തക്കാളി സോസ് ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു തക്കാളി അതിൽ ഇട്ടിട്ടുള്ളൂ, പക്ഷേ അതിന് പുളി കുറവുണ്ട്, കുറഞ്ഞ പുളി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സോസ് കുറച്ച് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ആ മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇതിൻ്റെ മേലിട്ട് വെച്ചിട്ട് കുറച്ച് നേരമാണ് അടച്ച് വെക്കുക. മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അടച്ച് വെക്കുക. നല്ല മല്ലിച്ചപ്പിൻ്റെ ഒരു നല്ല വാസനയും ടേസ്റ്റും ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് ഇളക്കൊന്നും വേണ്ട, വെറുതെ ഒന്നങ്ങോട്ട് അടച്ച് വെക്കുക. എന്നിട്ടാണ് ഫ്ലെയിം ഓഫ് ആക്കിയിടുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം. പിന്നെ എനിക്ക് പപ്പടം കൂടിയും പൊരിച്ചെടുക്കാണ്ട്, അതും കൂടി ഉള്ളൂ പണി. ബാക്കിയുള്ള പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. കറിയായി, മീനായി. ഇനി പപ്പടം കൂടി പൊരിച്ചെടുക്കട്ടെ. ഒരു 4-5 പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പപ്പടം. അപ്പോൾ ഏതായാലും കുറച്ച് പൊരിക്കുകയാണ് ഞാൻ. അത് പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ വിളമ്പിയിട്ടൊന്ന് പുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചോറ് വിളമ്പിയെടുക്കണം, കഴിക്കണം. അപ്പോൾ അത് പപ്പടം അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ എല്ലാ പണികൾ എല്ലാം കഴിഞ്ഞ് വന്നു. പുളിയൊക്കെ കഴിഞ്ഞ് വന്നു. നല്ല, അപ്പം ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ല പാകത്ത് കുറുകലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നല്ല പാകത്ത് ഉപ്പും പുളിയൊക്കെ പാകമാണ്. ആ മല്ലിച്ചപ്പിൻ്റെ നല്ല ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോറും വിളമ്പിയിട്ടുണ്ട്, കുറച്ച് കറി, പിന്നെ ഒരു മീൻ കഷ്ണം പൊരിച്ചതും നാരങ്ങ അച്ചാറും പപ്പടം. അതാണ് ഇന്നത്തെ ചോറുക്കുള്ള കൂട്ടാൻ. പിന്നെ കർമൂസൻ്റെ അച്ചാർ ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ നാരങ്ങ അച്ചാർ എടുത്തുള്ളത്. കർമൂസ എല്ലാം കർമൂസയാവണ്ട വിചാരിച്ചിട്ട് അതാണ് ഒരു പപ്പടം. നല്ല അടിപൊളി ഒരു ചോറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ചിക്കൻ കറിൻ്റെ ഒക്കെ അതേ ടേസ്റ്റിലാണ് വരുന്നത്. ഇതേപോലെ വെച്ചാൽ ചിക്കൻ കറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരിക. ഇനിയിപ്പോൾ ഒരു കർമൂസൻ്റെ ചൊയ്യ അതൊന്നുമല്ല വരിക, നല്ലൊരു ടേസ്റ്റാണ് വരിക. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കഴിക്കുകയാണ്. ഇനി വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.